ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമായിട്ടാണ്. വളരെ വെറൈറ്റിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു പരിപ്പോടെയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പരിപ്പോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് തുവരപ്പരിപ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ അടച്ചു വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം പരിപ്പ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അതൊരു 2-3 ടേബിൾ സ്പൂണോളം നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള കടലപ്പരിപ്പ് മുഴുവനായിട്ടും മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. ഇപ്പോൾ ഇതാ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളോടെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ സെയിം ജാറിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ തുവരപ്പരിപ്പും ചെറിയ ചെറിയ തരികളോടെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതും ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പരിപ്പോടെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, 4 വറ്റൽമുളക്, ഒരു പച്ചമുളക്, ചെറിയ 5 കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്തിരിക്കും ഇടിയപ്പത്തിനും എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പരിപ്പുവടയുടെ മാവ് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയോടെ പരത്തണ്ട, കുറച്ചൊന്ന് കനം കുറച്ച് പരത്തിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ പരിപ്പുവടകളായിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് പരിപ്പുവടയുടെ ഒരു സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പുറമേയൊക്കെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും, പക്ഷേ ഉള്ളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് പരിപ്പുവടയുടെ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ പരിപ്പുവട റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നന്നായിട്ട് മുരിഞ്ഞ രുചികരമായിട്ടുള്ള പരിപ്പുവടയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാടൻ പരിപ്പുവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.